12ാമത് സമ്മേളനമാണ് 2024 ഒക്ടോബർ 4 നാളെ ആരംഭിക്കുന്നത്. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ ലെജിസ്ലേഷനാണ്. ആകെ 9 ദിവസമാണ് ഇപ്പോൾ സഭ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിലാദ്യ ദിവസം നാളെ പവിച്ചുറിയാണ്. വയനാട്, കോഴിക്കോട് ജില്ലകളിലായി നടന്ന ലാൻഡ് സ്ലൈഡിൽ മരിച്ച ആളുകൾക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അന്നത്തെ സഭ പിരിയും. പിന്നെ വരുന്ന 8 ദിവസങ്ങളിലായി 6 ദിവസം ഗവൺമെൻറ് ബിസിനസ്സും 2 ദിവസം അനൗദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങൾക്കായിട്ടാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഒക്ടോബർ 18-ാം തീയതി സഭ സെഷൻ പൂർത്തീകരിച്ചുകൊണ്ട് അവസാനിപ്പിക്കത്തക്ക നിലയിലുള്ള ക്രമീകരണമാണ് ഇപ്പം ഞങ്ങൾ വരുത്തിയിട്ടുള്ളത്. ഈ സമ്മേളന കാലയളവിൽ മുഖ്യമായും ബില്ലുകളുടെ നിർമ്മാണം ഞാൻ സൂചിപ്പിച്ചു. 6 ബില്ലുകളാണ്. ബില്ലുകളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന നോട്ടിൽ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്, പ്രസ് നോട്ടിൽ. എന്നാലും പറയാം. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി അമെൻമെൻറ്റ് ബിൽ 2023, 2023 കേരള കന്നുകാലി പ്രചരണ ബിൽ, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഡീഷണൽ ഫങ്ഷൻസ് ആൻഡ് റെസ്പെക്ട്സ് certain corporations and companies amendment bill 2024, കേരള ജനറൽ ടാക്സ് അമെൻമെൻറ്റ് ബിൽ, 2024 പ്രവാസി കേരളീയരുടെ ക്ഷേമ ഭേദഗതി ബിൽ, പേയ്മെൻറ്റ് ആൻഡ് സാലറീസ് അലവൻസസ് അമെൻമെൻറ്റ് ബിൽ 2022 എന്നിങ്ങനെ 6 ബില്ലുകളാണ് ഇത്തവണ നിയമസഭ ഈ ഷോർട്ട് സെഷനിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പരിഗണിച്ചിട്ടുള്ളത്. 2017 കേരള സംസ്ഥാന ചരക്ക് സേവന നികുതി നിയമം, 2020 കേരള ധനകാര്യ നിയമം, 2008 കേരള ധനകാര്യ നിയമം എന്നിവ ഭേദഗതി ചെയ്യുന്നതായി പുറപ്പെടുവിച്ച 2024 കേരള നികുതി ചുമത്തൽ നിയമങ്ങൾ ഭേദഗതി ഓർഡിനൻസിന് പകരമുള്ള ബില്ലും ഈ സമ്മേളനത്തിൽ പരിഗണിച്ച് പാസ്സാക്കേണ്ടതുണ്ട്. ബില്ലുകൾ പാസ്സാക്കുന്നത് സംബന്ധിച്ചുള്ള സമയക്രമം ഒക്ടോബർ മാസം 4-ാം തീയതി BSC യോഗം ചേരുന്നുണ്ട്. അതിൽ കൃത്യമായി തീരുമാനിച്ചു പോകുന്നതാണ്. ഇതാണ് അസംബ്ലി സെഷനുമായി ബന്ധപ്പെട്ട ഭാഗം നിലക്ക് നിങ്ങൾ അറിയിക്കേണ്ടത്. രണ്ടാമത്തെ ഭാഗം കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സ് ആണ്. കേരള നിയമസഭ വളരെ വലിയ ഇനീഷ്യേറ്റീവാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെയും നിയമവകുപ്പിൻ്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡിബേറ്റ്സ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഒരു പ്രോജക്റ്റ് 2022 മെയ് മാസം ആരംഭിച്ചത്. ഇത് ഏതാണ്ട് 2 വർഷം പിന്നിടുകയാണ്. ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു നിയമസഭ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ചർച്ച ഒരു പ്രാദേശിക ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഉദ്യോഗസ്ഥ തലങ്ങളിൽ തയ്യാറാക്കുന്ന പരിഭാഷ പരിശോധന നടത്തുന്നതിനായി മുൻ നിയമസഭാ സെക്രട്ടറി ഡോക്ടർ NK ജയകുമാർ ചെയർമാനായും നിയമസഭാ സെക്രട്ടറി കൺവീനറായും ഒരു വിദഗ്ധ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ്. ഈ പ്രൊജക്റ്റിൽ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആകെ 167 ദിവസങ്ങളിലാണ് ഡിബേറ്റ്സ് ഉണ്ടായിട്ടുള്ളത്. അതാണ് പരിഭാഷപ്പെടുത്തുന്നത്. 9/12/1946 മുതൽ 2/5/1947 വരെയുള്ള തീയതികളുടെ ആകെ 21 ദിവസങ്ങളിലായി ചേർന്ന കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ്സാണ് പരിഭാഷയ്ക്ക് വേണ്ടി തയ്യാറാക്കി വരുന്നത്. ഇതിൻ്റെ ആദ്യ വാള്യം ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് 2025 ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ പ്രകാശനം ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.